എല്ലാവർക്കും Q&A സെക്ഷനിലോട്ട് സ്വാഗതം അല്ലേ ഫജി? അപ്പൊ ഇന്ന് ഒരുപാട് കമന്റുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കമന്റ് ഞങ്ങൾ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്. കാരണം ഓരോരുത്തരുടെ അവസ്ഥ അത് കണ്ടിട്ട് ശരിക്കും സങ്കടം വന്ന്. ആള് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ വിസിറ്റിംഗ് വിസയിൽ അറബി വീട്ടിലുണ്ട്, വിസ അടിക്കുന്നതിന്റെ മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, പ്ലീസ് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. ഹൗസ് മെയ്ഡ് ജോബിനാണ് പോയിരിക്കുന്നത്. ഇപ്പോ ഞാൻ വിസിറ്റിംഗ് വിസയിലാണ് ഉള്ളത്. നാട്ടിലേക്ക് പോകാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒന്നും അന്വേഷിക്കാതെയാണെന്ന് തോന്നുന്നു ഈ കുട്ടി വന്നിട്ടുള്ളത്. ശരിക്കും എന്താ പറയുക, വിഷമം തോന്നുന്നുണ്ട് ഇങ്ങനത്തെ ഓരോ സാഹചര്യത്തിൽ പെടുന്നത്. കാരണം പ്രത്യേകിച്ച് ഇവിടെ ഹോം മെയ്ഡിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഓരോ സാഹചര്യങ്ങൾ ബന്ധപ്പെട്ടിരിക്കും കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റത്തില്ല. എന്താണ് ഈ കുട്ടി ഫേസ് ചെയ്യുന്നതെന്ന് നമുക്ക് വ്യക്തമല്ല. പക്ഷെ നാട്ടിലോട്ട് പോകാനുള്ള ഒരു സിറ്റുവേഷനിലാണ്. ഇനിയെങ്കിലും നാട്ടിൽ നിന്നും ഇതേപോലുള്ള ജോബ് ആയിട്ട് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഡീറ്റെയിൽസ് അയച്ചുതരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ കാര്യങ്ങൾ. അപ്പൊ അടുത്ത കമന്റ് അയച്ചേക്കണത് ദിൻഷാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. വിസിറ്റ് വിസക്ക് ട്രാവൽ ഇൻഷുറൻസ് എടുക്കണോ? വിസിറ്റ് വിസക്ക് ഒരിക്കലും ട്രാവൽ ഇൻഷുറൻസ് കമ്പൽസറി അല്ല. അത് നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ എടുക്കുന്നത് നല്ലതാണ്. പക്ഷെ അതൊരിക്കലും നിർബന്ധമായിട്ട് അവർ പറയുന്നില്ല. നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ലെങ്കിലും വിസിറ്റ് വിസയിൽ വന്ന് ഇവിടെ എത്ര മാസമാണോ വിസിറ്റ് വിസ എടുത്തത് അത്രയും താമസിക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ അടുത്ത കമന്റ് ഇട്ടേക്കുന്നത് ഗ്രീഷ്മ രാഹുൽ ആണ്. ചോദിച്ചേക്കണ എന്താന്ന് വെച്ചാൽ, UAE ജോബ് ഓറിയന്റഡ് ഷോർട്ട് കോഴ്സ് ഉണ്ടോ, ഹ്യൂമാനിറ്റി സ്ട്രീം ചെയ്യാൻ പറ്റിയത്? UAE ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഷോർട്ട് കോഴ്സുകൾ ഉണ്ട്. അത് പല ടൈപ്പും നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ട്. ഇവിടെ സ്റ്റഡീസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇവിടെ വന്ന് പഠിക്കുന്നതിനേക്കാളും ഒന്നുകൂടെ ബഡ്ജറ്റ് കുറഞ്ഞുകൊണ്ട് മിനിമം ബഡ്ജറ്റിൽ നാട്ടിൽ നിന്ന് പഠിക്കുന്നതാണ് നല്ലത്. നാട്ടിൽ നിന്നും പഠിച്ചൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഇവിടെ വന്നിട്ട് ജോബ് നോക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ബഡ്ജറ്റ് വൈസ് നല്ലത്. അല്ലെങ്കിൽ ഇവിടെ വന്ന് പഠിച്ച് നിങ്ങൾക്ക് ജോബ് നോക്കാവുന്നതാണ്. പക്ഷെ വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ചെലവാക്കേണ്ടതായിട്ട് വരും. കാരണം ഇവിടുത്തെ ഫീസും നാട്ടിലെ ഫീസൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഫീൽഡൊക്കെ വളരെ എക്സ്പെൻസീവ് ആണ്, അത് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം അതൊക്കെ മീറ്റ് ചെയ്യാൻ കഴിയും എന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പഠിച്ചിട്ട് ജോബ് നോക്കാവുന്നതാണ്. ഒന്നുകൂടി ഫ്ലുവൻ്റ് ആയിട്ട് ലാംഗ്വേജ് ഒക്കെ ഒന്നുകൂടി ഫ്ലുവൻ്റ് ആക്കാനായിട്ട് സാധിക്കും. അതൊരു വേറൊരു കാര്യം. നാട്ടിലും അത് പറ്റാവുന്നതാണ്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് വിട്ടു തരുന്നു. അടുത്ത കമന്റ് ഇട്ടേക്കുന്ന ആളുടെ പേര് ഗോപകുമാരൻ കുട്ടംപിള്ളൈ. ഗോപകുമാർ കുട്ടംപിള്ളൈ. ഓക്കെ. ഹായ് ബ്രോ, ഖത്തറിൽ സെക്യൂരിറ്റി ഗാർഡായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. 6 മാസമായിട്ടും പണിയൊന്നുമില്ല, ഇന്റർവ്യൂ ഒന്നും ശരിയാവുന്നില്ല. ചേട്ടനോട് എനിക്ക് പറയാനുള്ളത്, ഞാനിവിടെ ഫസ്റ്റ് വന്നിട്ട് ഏകദേശം, കാരണം അന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഓൺലൈന് അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. എനിക്ക് അതിനെ കുറിച്ചിട്ടൊന്നും വലിയൊരു ധാരണയും അന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് കമ്പനികളിൽ നേരെ നടന്ന് റെസ്യൂമ് കൊടുത്ത് പരാജയപ്പെട്ട്, പിന്നെ ഓൺലൈൻ വഴി ഡുബിസിൽ ഖലീജ് ടൈംസ് ഒക്കെ വഴി നോക്കിയിട്ട് ഒരുപാട് റിജക്ഷൻസ് ഫേസ് ചെയ്തിട്ടാണ് എനിക്ക് പിന്നീട് ഒരു ജോബ് ശരിയായത്. ഞാനൊരു ഇന്റർവ്യൂവിന് പോയിട്ടടക്കം എനിക്ക് എന്താ പറയാ, അത് അറ്റൻഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ലാതെ എനിക്ക് തല കറങ്ങി വീഴേണ്ട ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടാണ് എനിക്കൊരു ജോബ് സെറ്റായത് സ്റ്റാർട്ടിങ്ങിൽ. ഒരു കമ്പനി കയറിയിട്ടടക്കം 6 മാസം കഴിഞ്ഞ് ആ കമ്പനി ക്ലോസ് ചെയ്തിട്ട് ഞാൻ നാട്ടിൽ പോയി. പക്ഷെ എന്നിട്ടും ഞാൻ തളരാതെ വീണ്ടും എനിക്ക് ഈ ജോബ് വേണം എന്ന വാശിയോട് കൂടി ഞാൻ വീണ്ടും യുയിലോട്ട് കയറി. എന്നിട്ട് ജോബ് നോക്കിയിട്ടാണ് എനിക്ക് സെറ്റായത്. അപ്പോ നമ്മുടെ കോൺഫിഡൻസ് ആണ് ഇതിനെല്ലാം വേണ്ടത്. 1 or 2 ജോബ് നമുക്ക് കിട്ടിയില്ല, നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് തളർന്നിരുന്നാൽ നമ്മൾ ജീവിതകാലം അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. നമുക്ക് വേണ്ടി പരിശ്രമിക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്ന ബോധം ഉണ്ടാവുക. വീണ്ടും നിങ്ങൾ UAE അല്ലെങ്കിൽ ഖത്തറിൽ എവിടെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അവിടെ കയറി ജോബ് അന്വേഷിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും സെക്യൂരിറ്റി ഗാർഡിന്റെ ജോബ് വേക്കൻസി ഉണ്ടെങ്കിൽ ഞാൻ വരുന്ന ജോബ് വേക്കൻസി വീഡിയോയിൽ ഇടുന്നതാണ്. അടുത്ത കമന്റ് എന്ന് പറയുന്നത്, ഹെവി ഡ്രൈവർ വേക്കൻസി ഉണ്ടോ? ഒമാനിൽ 9 വർഷമായിട്ട് ഹെവി ഡ്രൈവറായി ജോബ് ചെയ്യുന്നു. 300 റിയാലാണ് സാലറി. ഇപ്പോ ഒരു 1 year ആയി സാലറി കറക്റ്റ് ആയി കിട്ടുന്നില്ല. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ്. ഞാനൊരു കാര്യം പറയാം, ഇഷ്ടംപോലെ പേര് കമന്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഡ്രൈവർ ജോബിന് വേക്കൻസി ഉണ്ടോ, അതേപോലെ അക്കൗണ്ടന്റിന് വേക്കൻസി ഉണ്ടോ.
സെയിൽസിന് വേക്കൻസി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് SIUAE തീർച്ചയായിട്ടും ജോബ് വേക്കൻസീസ് ഒരുപാടുണ്ട്. എല്ലാ മേഖലയിലും ഫുഡ് ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ്, അഡ്വർടൈസ്മെന്റ്, ട്രാവൽ ആൻഡ് ടൂറിസം, ടീച്ചർ, സ്കൂളിൽ, കൺസ്ട്രക്ഷൻ ഫീൽഡ് ആണെങ്കിലും ഇനിയിപ്പോൾ ട്രേഡിങ്, അതേപോലുള്ള എല്ലാ ഫീൽഡിലും വേക്കൻസീസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അന്വേഷിക്കുക എന്നുള്ളതാണ്. ഞാൻ പറയുന്ന വേക്കൻസിയിൽ റെസ്യൂം സെൻഡ് ചെയ്യുക. ഇപ്പോൾ ഡ്രൈവർ ആയാലും ഇവിടെ വന്നിട്ട് വിസിറ്റിംഗ് എടുത്ത് വന്നിട്ട് അന്വേഷിക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. കാരണം ഇവിടെ ഉള്ളവർക്കാണ് പ്രയോറിറ്റി ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വേക്കൻസി ഉണ്ട്, ഇല്ല എന്നൊരു വാക്കില്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക. നിങ്ങളുടെ ശ്രമം അനുസരിച്ചിരിക്കും. വെറുതെ ആരും നമ്മുടെ കയ്യിലോട്ട് കൊണ്ടു തരത്തില്ല. നമ്മൾക്കുള്ളത് നമ്മൾ പരിശ്രമിക്കുക തന്നെ വേണം. പിന്നെ വേറൊരു കമന്റ് ഉണ്ട്, ഏത് ഒരു വീഡിയോയുടെ അടിയിലും ഇങ്ങനെ ഉള്ള 1-2 പേര് തീർച്ചയായിട്ടും ഉണ്ടാവും. അതൊരു പ്രകൃതി നിയമമാണ്. ഞാൻ എന്താ പറയാ, കമന്റ് ഇവിടെ കാണിക്കുന്നുണ്ട്, അത് പറയുന്നില്ല, കാരണം അത് പറയാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ജോബ് വേക്കൻസിയിലടക്കം ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് ജീവിതകാലം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെട്ടു പോകും. ഇവർക്ക് എന്തായാലും ഇങ്ങനെയുള്ള ജോബ് വിധിച്ചിട്ടില്ല. ഇനി അഥവാ വിധിച്ചാൽ തന്നെ അത് അധിക കാലം നീണ്ടു പോകത്തില്ല ഈ സ്വഭാവം കൊണ്ട് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ അടുത്തൊരു കമന്റ് റോസ് ആണ് ചോദിച്ചിരിക്കുന്നത്, ചേട്ടൻ അവിടെ ഏകദേശം എത്ര സാലറി ഉണ്ട്? ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് റിപ്ലൈ, വെരി ക്യൂരിയസ് ടു നോ. എനിക്കെത്ര സാലറി ഉണ്ട് എന്നത് അത് പബ്ലിക്കായിട്ട് പറയുന്നത് നല്ലൊരു കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവർക്കും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് റിവീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ റോസ് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം, എനിക്ക് ഇവിടെ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പോവാനായിട്ടുള്ള ഒരു പാക്കേജ് ഉണ്ട്. മാത്രമല്ല അത്യാവശ്യം വലിയൊരു രീതിയിലുള്ള ഒരു സേവിങ്സ് ഒന്നും ഇല്ലെങ്കിൽ കൂടി കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. അത്രേ എനിക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത കമന്റ് നിഷാദാണ് അയച്ചിരിക്കുന്നത്. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ വീഡിയോ ഇടുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ട്, പക്ഷെ കുറച്ചു ചുരുക്കി കാര്യങ്ങൾ പറയാമോ? അത് ഓർഡറായി പറഞ്ഞാൽ നന്നായിരുന്നു. നിഷാദ്, പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാക്കുക, ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് സ്ക്രിപ്റ്റഡ് അല്ല, വളരെ ജെന്യൂൻ ആയിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ചിലപ്പോൾ കുറച്ച് ലാഗ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. അതിനിടയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഓർഡറായിട്ട് വരണമെന്നില്ല. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പ് തരാൻ പറ്റും, ഈ ഒരു 10 മിനിറ്റ് വീഡിയോ നിങ്ങൾ ഫുൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് 100% ഞാൻ ഗ്യാരണ്ടി തരാം. ദയവ് ചെയ്ത് നിങ്ങളുടെ ആവശ്യമാണെന്നും കൂടി മനസ്സിലാക്കി ആ ഒരു 10 മിനിറ്റ് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ജോബ് വേക്കൻസിക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർഡ് ആവാനും അതുപോലെ തന്നെ റെസ്യൂം സെൻഡ് ചെയ്യാനും എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവുകയും നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോബ് കിട്ടാനുള്ള സാധ്യതയും വളരെ ഏറെയാണ്. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിഷാദ് എന്നല്ല, എല്ലാവരും ഈ ഒരു 10 മിനിറ്റ് വീഡിയോ ഒരു 10 മിനിറ്റിൽ ഒരു ദിവസത്തിൽ എടുക്കുന്നുള്ളൂ, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കി അത് മുഴുവനായി കണ്ട് നിങ്ങൾ ജോബിന് വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോ അടുത്ത കമന്റ് വന്നേക്കുന്നത് റിലാക്സിങ് ബഡ്ഡി എന്ന് പറഞ്ഞ ഒരാളാണ്. ആണാണോ പെണ്ണാണോ എന്നറിയില്ല. അക്കൗണ്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ജോബ് വേക്കൻസീസ് അല്ലേ, തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റായിക? പക്ഷെ ജോബ് കിട്ടും എന്ന കാര്യത്തിൽ വളരെ ചാൻസ് കുറവാണ്. കാരണം മിക്ക ഇവിടുത്തെ കമ്പനീസും ഇവിടെ വിസിറ്റിംഗ് വിസയിലുള്ളവർക്കോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ഫ്രഷേഴ്സ് ആരായാലും ഇവിടെ UAE ഉള്ളവർക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. കാരണം അവർക്ക് ഈസി ആയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും മറ്റുള്ള വിസ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ ഈസി ആയതുകൊണ്ടാണ് അവർ പ്രയോറിറ്റി വിസിറ്റും വിസയിൽ വന്നവർക്ക് കൊടുക്കുന്നത്. പക്ഷെ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ട് കിട്ടില്ല എന്നല്ല, കിട്ടാനുണ്ട്. നിങ്ങൾക്ക് അത്രയും കഴിവുണ്ടെങ്കിൽ, അത്രയും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മീറ്റപ്പ് ചെയ്യുന്നുണ്ട്, അത്രയും അവർക്ക് ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അവർ വിസയൊക്കെ അയച്ചെന്ന് ഡയറക്റ്റ് വിസയും ടിക്കറ്റൊക്കെ അയച്ചെന്ന് നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നാട്ടിൽ നിന്നും ഇങ്ങോട്ട് വരാൻ സാമ്പത്തികപരമായി ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും നാട്ടിൽ നിന്നും ട്രൈ ചെയ്യാവുന്നതാണ്. ദ ബെസ്റ്റ്. അടുത്ത കമന്റ് അയച്ചേക്കുന്നത് റിഷാദ നിയാസ് ആണ്. ഹായ്, MBA കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ഫാമിലി വിസ ആണ്, നോ എക്സ്പീരിയൻസ്, ചാൻസ് ഉണ്ടാവുമോ? ജോബ് കിട്ടാൻ ചാൻസ് ഉണ്ടാവുമോ? തീർച്ചയായിട്ടും
ഒരാളും എക്സ്പീരിയൻസ് ആയിട്ട് ജനിക്കുന്നില്ല പഠിച്ചിട്ട്. ആദ്യമായിട്ട് കയറിയിട്ടല്ലേ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാവരും ജോബിൽ ആദ്യം കയറുന്നത് ഫ്രഷേഴ്സ് ആയിട്ടാണ് അല്ലേ? അതാദ്യം മനസ്സിലാക്കുക. ഈവൻ ഞാനായാൽ പോലും ഫ്രഷേഴ്സ് ആയിട്ട് തന്നെയല്ലേ പിന്നീട് എക്സ്പീരിയൻസ് ആവുന്നത്. എല്ലാവരും ആ സ്റ്റേജിലൂടെ കടന്നു പോവേണ്ടതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഫ്രഷേഴ്സ് ആയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ജോലി നോക്കുക. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, ഞാൻ പറയുന്ന ആ ഒരു ജോബ് വേക്കൻസി പറയുന്നത് മാത്രം ശ്രദ്ധിക്കാതെ ആ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ. കാരണം ഞാൻ വെറും ഒരു ജോബ് വേക്കൻസി വീഡിയോ അല്ല ചെയ്യുന്നത്. ടോട്ടലായിട്ട് ആ ഒരു ജോബിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ജോബ് വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോ നിങ്ങൾക്ക് അത് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫ്രഷേഴ്സിനുള്ള ജോബ് വേക്കൻസീസ് ഇഷ്ടം പോലെ ഞാൻ ഇടുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും നിങ്ങളത് നോക്കുക, അതിനനുസരിച്ചിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്ത കമന്റ് എന്താണ് ഫജി? അടുത്ത കമന്റ് ഇട്ടേക്കുന്നത് രേഷ്മാണ്. ഓക്കെ, ഞാനൊരു മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റ് ആണ് ഓക്കെ. കേരളത്തില്. UA ട്രാൻസ്ക്രിപ്ഷനിസ്റ്റ് ജോബ് കിട്ടാൻ എങ്ങനെ അപ്ലൈ ചെയ്യണ്ടേ? ഓക്കെ, എല്ലാ ജോബിനും സെയിം വേദം ഞാൻ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് പ്രത്യേകിച്ച് വേറെ ഒരു ഇന്ന ജോബിന് ഇന്ന രീതിയിൽ എന്നൊന്നും ഇല്ല. പക്ഷെ നിങ്ങൾ റെസ്യൂമിൽ വരുത്തേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ എന്തായാലും വരുത്തണം. കാരണം ആ ജോബിന് അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ഹൈലൈറ്റ് ചെയ്തിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഏത് കമ്പനിയാണോ ഈ ഓപ്പണിംഗ് ഉള്ളത് ആ കമ്പനിയെ കുറിച്ച് ഒരു ബേസിക് നോളജെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. മാത്രമല്ല അവർ ഈ പൊസിഷന് ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സും സ്കിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കും. ഞാനതൊക്കെ ജോബ് വേക്കൻസിയിൽ മെൻഷൻ ചെയ്യുന്നത് അതുകൊണ്ടാണ്. കാരണം അതിനെ കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. അതുവഴി നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഓരോ ജോബ് വേക്കൻസിയും പറയുന്നത്. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ പൊസിഷനും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതാണ്. ഓക്കെ, അടുത്ത കമന്റ് എന്താണ്? അടുത്ത കമന്റ് ഇട്ടേക്കുന്നത് നൗഫൽ ജമാൽ. ഓക്കെ. വൈഫിന് ജോലി വേണം, ഷാർജയിൽ ഡിഗ്രി ഉണ്ട്. ഓക്കെ. ഷാർജയിൽ ജോലി വേണമെന്നാണ് അതെ, ഉദ്ദേശിച്ചത്. അവര് ഷാർജയിലാവും താമസം, അതുകൊണ്ടായിരിക്കും അപ്പൊ ഷാർജയിൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഓക്കെ, തീർച്ചയായിട്ടും ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇവിടെ ഫീമെയിൽസിന് ഒരുപാട് പൊസിഷൻസ് ഉണ്ട്. പിന്നെ ഏത് ടൈപ്പ് ജോലിയാണെന്ന് പറഞ്ഞിട്ടില്ല. അതെ, പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ഏതായാലും സെയിൽസിൽ ഒരുപാട് ഇൻഡോർ സെയിൽസിൽ ലേഡീസിന് ജോബ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്. അക്കൗണ്ടന്റ് അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്കൗണ്ടന്റ് സെക്ഷനിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ട്രാവൽ ആൻഡ് ടൂറിസം അതിലൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. മെയിൻലി പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് ഉള്ളത് സെയിൽസ് ആണ്. ഇൻഡോർ സെയിൽസിൽ അത് കിട്ടാനുള്ള സാധ്യത വളരെ ഏറെയാണ്. അപ്പൊ നിങ്ങൾ ശ്രമിക്കുക. ഹസ്ബൻഡ് വിസ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരുപാട് കമ്പനീസ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ജോബ് വേക്കൻസി അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ അതും ശ്രമിക്കുക. ഞാൻ പറയുന്ന ജോബ് വേക്കൻസീസും ശ്രദ്ധിക്കുക. അതുകൂടാതെ തന്നെ ഇന്ത്യയിലും കഴിഞ്ഞ ടൈംസും അതുവഴിയൊക്കെ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. തീർച്ചയായിട്ടും ജോലി കിട്ടുന്നതാണ്. അടുത്ത കമന്റ് ഇട്ടേക്കുന്നത് ഫാത്തിമ ഷിഹാബ്. ഓക്കെ. എക്സ്പീരിയൻസ് ഇല്ലാത്ത സ്റ്റഡീസ് കഴിഞ്ഞീന് ലോങ് ഗ്യാപ്പ് ഫ്രഷ് സ്റ്റേ അറ്റ് ഹോം. മോമാണ്. ജോബ് പോസിബിൾ ആണോ? എന്തുകൊണ്ടാണ്? മമ്മാണ് അല്ലേ? അപ്പോ ഒരുപാട് നാളായിട്ട് വീട്ടിലാണ്. എന്ത് സ്റ്റഡീസ് ആണ് കഴിഞ്ഞിരിക്കുന്നത്? എക്സ്പീരിയൻസ് ഇല്ല, സ്റ്റഡീസ് കഴിഞ്ഞിരുന്നു. എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എന്നാ പറയുന്നത്. ജോബ് പോസിബിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും പോസിബിൾ ആണ്. അത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ആശ്രയിച്ചിരിക്കും. മാത്രമല്ല നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. എന്ത് ജോബിനാണെന്ന് ഇവിടെ കൊടുത്തിട്ടില്ല അല്ലെ? അപ്പൊ എന്ത് ജോബാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനെ കുറിച്ചിട്ടുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്ത് ഞാൻ പറയുന്ന പോലെ സ്റ്റഡീസ് ആണോ കഴിഞ്ഞേക്കുന്നത് അതിന് സ്യൂട്ട് ആയിട്ടുള്ള ജോബ് ഞാൻ പറയുന്ന വെബ്സൈറ്റ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള മുന്നത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യുക. എന്നിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യാൻ. തീർച്ചയായിട്ടും ജോലി കിട്ടുന്നതാണ്, പോസിബിൾ ആണ്. ഒരുപാട് പേര് ഇതേപോലെ ലോങ് സ്റ്റേ ഒക്കെ കഴിഞ്ഞിട്ട് ജോലി നോക്കി കിട്ടിയവരുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കോൺഫിഡൻസ് കൈവിടാതെ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ പ്രത്യേകം എല്ലാ ദിവസവും, അതായത് വർക്കിംഗ് ഡേയ്സിൽ 8 മണിക്ക് ഞങ്ങൾ ജോബ് വേക്കൻസീസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. മോർണിംഗ് ആണ്. UA ടൈം മോർണിംഗ് ഞങ്ങൾ ജോബ് വേക്കൻസീസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആ കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. മാത്രമല്ല കറക്റ്റ് ആ ടൈമിൽ നോക്കി ഞങ്ങളെ വീഡിയോ മുഴുവനായിട്ട് പ്രത്യേകിച്ച് കാണുക. കാരണം ഒരു ജോബ് വേക്കൻസി കണ്ട പാടെ ചാടി കയറി ഞങ്ങൾ റെസ്യൂം സെൻഡ് ചെയ്യാതെ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്, റെസ്യൂമിൽ എന്താണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, എന്താണ് അവർ റിക്വയർമെന്റ് ചെയ്യുന്നത്
എന്ത് സ്കിൽസ് ഒക്കെ അതിന് ആവശ്യമായിട്ടുണ്ട് എന്നതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു 10 മിനിറ്റ് വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഫസ്റ്റ്. ആ ഒരു 10 മിനിറ്റ്സ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത്രയും ബെനിഫിറ്റ് ഉണ്ടാവും, ഞാൻ ഗ്യാരണ്ടി. അപ്പൊ അത് നോക്കാതെ നിങ്ങൾ ജസ്റ്റ് റെസ്യൂമ് സെൻഡ് ചെയ്തിട്ട് ജോലി കിട്ടിയില്ല എന്ന് പറയുന്നതിന് ഞാൻ റെസ്പോൺസിബിൾ അല്ല. നിങ്ങൾ ആ ഒരു 10 മിനിറ്റ് കണ്ടതിന് ശേഷം നിങ്ങൾ റെസ്യൂമ് സെൻഡ് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. അത് മാത്രമല്ല, പലരും ഫുള്ളായിട്ട് വീഡിയോ കാണാതെയാണ് കമന്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റായി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അതിന് റിപ്ലൈ ചെയ്യുന്നതല്ല. കാരണം ആ ഒരു വീഡിയോ കാണാൻ നിങ്ങൾക്ക് ക്ഷമയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാ, അല്ലേ ഫജി? ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, വീണ്ടും വീണ്ടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരുടെ ടൈമും കൂടി പോവാണ് അവിടെ. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ ടൈമും കൂടി പോവാണ്, മനസ്സിലായില്ലേ? ബാക്കിയുള്ള ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ പരിഗണിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ദയവ് ചെയ്തിട്ട് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ Q&A സെക്ഷൻ വീഡിയോ കൂടെ അവസാനിക്കുന്നതാണ്. ഞങ്ങൾ പിന്നെ ഇടയിൽ ലൈവായിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കമന്റ് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമുക്ക് ഫേസ് ടു ഫേസ് റിപ്ലൈ തരുന്നതാണ്. ഫേസ് ടു ഫേസ് മീൻസ് ലൈവ് അല്ലേ? ഫേസ് ടു ഫേസ് ഉദ്ദേശിക്കുന്നത് കഴുത്. അതാണ്, അത്രേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബൈ ബൈ.